തൃണമൂലിന്റെ ബൂത്ത് പിടുത്തവും വ്യാപക ആക്രമവും. തൃണമൂൽ കോൺഗ്രസിന്റെ ആക്രമം വ്യാപകമായി രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് പശ്ചിമ ബംഗാളിലെ തൃണമൂലിന്റെ ആക്രമമാണ്. സിപിഐഎം സ്ഥാനാർത്ഥിയും സിപിഐഎം PB അംഗവുമായ മുഹമ്മദ് സലീമിന് നേരെ വെടിവയ്പുണ്ടായി. ആക്രമണത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് CPIM ആരോപിച്ചിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ബൂത്തും വോട്ടിംഗ് മെഷീനുകളും നശിപ്പിച്ചു. ബൂത്തുകൾ വ്യാപകമായി തൃണമൂൽ കയ്യേറുകയാണ്. അതേസമയം 11 സംസ്ഥാനങ്ങളിലായി 95 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് വിഷ്ണു ചേരുന്നു. വിഷ്ണു, അതായത് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ നടത്തുന്ന ബൂത്ത് പിടുത്തവും അക്രമവുമാണ്. അതടക്കം മറ്റുള്ളിടത്തെ വിശദാംശങ്ങൾ കൂടി. അജിംഷാദ്, രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 11 സംസ്ഥാനങ്ങളിലായി 95 ലോക്സഭാ മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ സമാധാനപരമായിരുന്നെങ്കിലും പിന്നീട് പശ്ചിമ ബംഗാളിലടക്കം കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു അക്രമത്തിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ CPIM സ്ഥാനാർത്ഥിയായിട്ടുള്ള റായ്ഗഞ്ചിൽ CPIM സ്ഥാനാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് സലീമിന് നേരെ ഇപ്പോൾ വെടിവയ്പ് ഉണ്ടായിരിക്കുന്നു. മുഹമ്മദ് സലീമിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ഇഷ്ടിക ഉപയോഗിച്ച ആ വാഹന വ്യൂഹം തകർക്കുകയും അതിനുശേഷം വെടിയുതിർക്കുകയുമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഈ അക്രമ സംഭവത്തിൽ സലീമിന് പരിക്കേറ്റെങ്കിലും ആ പരിക്ക് അത്ര സാരമുള്ള പരിക്കല്ല സംഭവിച്ചിരിക്കുന്നത്. എന്തുതന്നെയാലും ഈ ഒരു അക്രമത്തിന് പിന്നിൽ TMC ആണെന്ന്, തൃണമൂൽ കോൺഗ്രസ് ആണെന്ന് CPIM ഇപ്പോൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ ഇപ്പോൾ പല മേഖലകളിലും തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ BJP പ്രവർത്തകർ തമ്മിലുമുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ബൂത്തുകൾ മുഴുവനായി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1-2 മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ അടക്കം നശിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില ബൂത്തുകളിൽ ഇപ്പോൾ പോളിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ രാവിലെ മുതൽ വോട്ട് ചെയ്യാനെത്തിയ വോട്ടർമാരെ വഴിയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവർ ഏത് പാർട്ടിക്കാരാണ്, ആർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പോകുന്നു എന്ന് തൃണമൂലിലെ ചില പ്രവർത്തകർ ചോദിച്ചിരുന്നു. അങ്ങനെ മറ്റു പാർട്ടിക്കാർക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരെ തടഞ്ഞു നിർത്തുകയും അവർ വോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്ന വിസമ്മതിച്ചുകൊണ്ടുള്ള തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. ഇതിനെതിരെ അവിടുത്തെ നാട്ടുകാർ, വോട്ടർമാർ നാഷണൽ ഹൈവേ ഉപരോധിച്ചു. അങ്ങനെ നാഷണൽ ഹൈവേ 34 ഉപരോധിച്ചത്. ഇതിനെ തുടർന്ന് അവിടെ ഒരു അക്രമ സംഭവം ഉണ്ടായി. അങ്ങനെ പോലീസ് ആ ഒരു ഏറ്റുമുട്ടലിനൊടുവിൽ പോലീസ് അവിടെ കണ്ണീർവാതകം പ്രയോഗിക്കുകയും ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. ഇത്തരത്തിൽ പശ്ചിമ ബംഗാളിൽ വളരെ വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നു. പശ്ചിമ ബംഗാളിലെ 3 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. അങ്ങനെ വളരെ വ്യാപകമായി അക്രമങ്ങൾ നടക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് ഇവിടുത്തെ ബൂത്തുകൾ കയ്യേറുന്നു. ഇത്തരത്തിലാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ വളരെ അക്രമ സംഭവങ്ങളോടുകൂടി ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം മറ്റ് ചില സംസ്ഥാനങ്ങളിൽ, മഹാരാഷ്ട്രയിലടക്കം വോട്ടിംഗ് മെഷീനിൽ തകരാറുണ്ടെന്നും അട്ടിമറി നടക്കുന്നുണ്ടെന്നും ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. അങ്ങനെ മഹാരാഷ്ട്രയിലെ ചില ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനിലെ അട്ടിമറി ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടുത്തെ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ദക്ഷിണ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ തീർച്ചയായും അജിംഷാദ്, ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ 38 ലോക്സഭാ മണ്ഡലങ്ങളും അതുപോലെ തന്നെ കർണാടകത്തിലെ 14 ലോക്സഭാ മണ്ഡലങ്ങളും തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 11 മണിവരെയുള്ള പോളിംഗ് ശതമാനം എടുത്തു കഴിഞ്ഞാൽ കർണാടകയിൽ 19%, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ 30.62% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഈ 2 സംസ്ഥാനങ്ങളും ഏറ്റവും പ്രാധാന്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഇത്തവണ മത്സരം നടക്കുന്നത് DMKയും AIDMKയും തമ്മിലാണ്. അതേസമയം തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അവിടെ
DMK, AIDMK, അതോടൊപ്പം തന്നെ TTV ദിനകരന്റെ പാർട്ടിയായ AMMK, ഇങ്ങനെ ഈ 3 പാർട്ടികളിലും ഒരു ത്രികോണ മത്സരം തെക്കൻ തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും നിരവധി പ്രമുഖർ ജനവിധി തേടുന്നുണ്ട്. അതിൽ കനിമൊഴി, DMKയുടെ MP, രാജ്യസഭാ MP ആയിട്ടുള്ള കനിമൊഴി തൂത്തുക്കുടിയിൽ നിന്നാണ് ജനവിധി തേടുന്നത്. അതുപോലെ തന്നെ R രാജ, TR ബാലു, ദയാനിധി മാരൻ തുടങ്ങിയ പ്രമുഖരും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPIM-ന് ഏറ്റവും പ്രതീക്ഷയുള്ള 2 സീറ്റുകളാണ് തമിഴ്നാട്ടിലെ മധുരയും കോയമ്പത്തൂരും. മധുരയിൽ സു വെങ്കടേശനാണ് CPIM-ന്റെ സ്ഥാനാർത്ഥി. അത് ഏറെക്കുറെ CPIM-ന് പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ് ഈ മധുര മണ്ഡലം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ BJP ഈ തമിഴ്നാട്ടിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പൊൻ രാധാകൃഷ്ണനാണ്. കന്യാകുമാരിയിൽ നിന്നാണ് പൊൻ രാധാകൃഷ്ണൻ ജനവിധി തേടുന്നത്. കഴിഞ്ഞ 2014 കന്യാകുമാരിയിൽ നിന്നും പൊൻ രാധാകൃഷ്ണൻ ജയിച്ച് കൊണ്ട് കേന്ദ്രമന്ത്രിയാവുകയായിരുന്നു. അന്ന് പൊൻ രാധാകൃഷ്ണൻ 3 ലക്ഷത്തോളം വോട്ടുകൾ നേടിക്കൊണ്ടാണ് കന്യാകുമാരിയിൽ നിന്നും ജയിക്കുന്നത്. എന്നാൽ ഇത്തവണത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം തമിഴ്നാട്ടിൽ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പൊൻ രാധാകൃഷ്ണൻ ഇത്തവണ നേരിടുന്നത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. മറ്റ് പാർട്ടികളിൽ നിന്നും DMKയിൽ നിന്നും നേരിടുന്നത് ഒരു ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ്. ഇനി കർണാടകയുടെ കാര്യത്തിൽ 14 മണ്ഡലങ്ങളിലാണ് കർണാടകയിൽ ഇപ്പോൾ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കർണാടകയിൽ ഇപ്പോൾ തുടക്കത്തിൽ ഒരു മന്ദഗതിയിലായിരുന്നു പോളിംഗ് നടന്നതെങ്കിലും ഉച്ചയായപ്പോൾ പോളിംഗ് തുടങ്ങി ഒരു 5 മണിക്കൂറുകളോളം പിന്നിട്ടപ്പോൾ നല്ല രീതിയിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ 14 മണ്ഡലങ്ങളിൽ JDS-ന് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള 14 മണ്ഡലങ്ങളാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും പ്രതീക്ഷയോടെ നോക്കുന്ന മണ്ഡലമാണ് മാണ്ഡ്യ മണ്ഡലത്തിൽ JDS-ന് നേരത്തെ തന്നെ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചിരുന്ന ഒരു മണ്ഡലം. എന്നാൽ ഇത്തവണ JDS-ഉം കോൺഗ്രസും തമ്മിലൊരു സഖ്യമുണ്ടാക്കിയപ്പോൾ JDS-നകത്ത് തന്നെ നിന്നും പല പ്രാദേശിക നേതാക്കൾക്കും ചില അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. ഇവ മാണ്ഡ്യയിൽ JDS-ന് ഒരു തിരിച്ചടി ലഭിക്കുമെന്നാണ് ഒരു സൂചന ഉള്ളത്. മാണ്ഡ്യയിൽ ഇപ്പോൾ JDS-ന് വേണ്ടി മത്സരിക്കുന്നത് കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയാണ്. അതേസമയം നിഖിൽ കുമാരസ്വാമിക്ക് എതിരെ മത്സരിക്കുന്നത് BJP സ്വതന്ത്രയായിക്കൊണ്ട് സുമലതയാണ് മത്സരിക്കുന്നത്. അങ്ങനെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ മാണ്ഡ്യയിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ദക്ഷിണ കന്നഡയിൽ നിന്നും BJPക്ക് വേണ്ടി നളിൻ കുമാർ കട്ടീൽ മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്ന വേളയിൽ അതിന്റെ വിശദാംശങ്ങളാണ് വിഷ്ണു നൽകി വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പോൾ പറയാനാകുന്നത് വ്യാപകമായി ക്രമക്കേടുകൾ വിവിധ ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് യന്ത്രത്തിൽ കാണുന്നു എന്നുള്ളതാണ്, വോട്ടെടുപ്പ് മെഷീനിൽ കാണുന്നു എന്നുള്ളതാണ്. ഒപ്പം ബംഗാളിലെ തൃണമൂലിന്റെ അക്രമവും ബൂത്ത് പിടുത്തവുമാണ്. അവിടെ CPIM സ്ഥാനാർത്ഥിയും PB അംഗവുമായ മുഹമ്മദ് സലീമിന്റെ വാഹന വ്യൂഹത്തിന് നേരെ കല്ലേറും വെടിവെപ്പും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പോൾ എത്തുന്നത്. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുമ്പോൾ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചതിന് PS ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആറ്റിങ്ങൽ പോലീസാണ് കേസെടുത്തത്. 4 വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. വിവരങ്ങളുമായി ദിനകർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ദിനകർ, അതായത് വംശീയ വിദ്വേഷം, ന്യൂനപക്ഷ വിരുദ്ധതയൊക്കെ പരസ്യമായി പറഞ്ഞു വലിയ വിവാദം സൃഷ്ടിച്ചതാണ്. ഇന്നലെ ഹൈക്കോടതി വിശദീകരണവും തേടിയിരുന്നു സർക്കാരിനോട് ഇത് സംബന്ധിച്ച്. ഈ ഘട്ടത്തിലാണ് എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? അജിംഷാദ്, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറങ്ങുന്ന ചടങ്ങിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത്. ഇതിനെതിരെ LDF ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സെക്രട്ടറി V ശിവൻകുട്ടി പരാതി നൽകിയിരുന്നു. പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരുന്നു. പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശ്രീധരൻപിള്ളയ്ക്കെതിരെ ആറ്റിങ്ങൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 153, 153A, 153B വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലും ഈ കേസ് പരിഗണനയ്ക്ക് വന്നിരുന്നു. ഹൈക്കോടതിയെ ഈ വിവരം അറിയിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും നേരത്തെ കഴിഞ്ഞ ദിവസം LDF പരാതി നൽകിയിരുന്നു. കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശമാണ് ശ്രീധരൻപിള്ള നടത്തിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ LDF പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അജിംഷാ. ശരി, ദിനകറാണ് വിശദാംശങ്ങൾ നൽകിയത്. മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ, വംശീയ വിദ്വേഷം നിറഞ്ഞ രീതിയിൽ പ്രസംഗിച്ച
ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. ഇതിന്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് KG ദിനകർ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. മംഗലാപുരത്ത് നിന്നും കൊച്ചിയിലെത്തിച്ച നവജാത ശിശുവിന്റെ ശസ്ത്രക്രിയ തുടരുന്നു. കുഞ്ഞിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി ഡോക്ടർമാർ അറിയിച്ചു. കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ അറകളിലേക്ക് രക്തം എത്തിക്കുന്ന വെൻട്രിക്കിളിൽ ദ്വാരമുണ്ടെന്ന്, അയോട്ടിക് വാൽവിന് ജന്മന വൈകല്യമുള്ളതായും കുറിപ്പിൽ പറയുന്നുണ്ട്. കൊച്ചിയിൽ 3 വയസ്സുകാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്തു. കുഞ്ഞ് നേരിട്ടത് ക്രൂരമായ പീഡനം. കുഞ്ഞിനെ മർദ്ദിച്ചത് അമ്മയാണ്. തടി കൊണ്ട് തലക്കടിക്കുകയും ശരീരത്തിൽ ചട്ടുകം പഴുപ്പിച്ചു വെക്കുകയും ചെയ്തിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അതേസമയം കുട്ടിയെ പീഡിപ്പിച്ചത് താനാണെന്ന് അമ്മ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഉമേഷ്, എന്താണ് പോലീസ് നൽകുന്ന വിവരം? എന്താണ് കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ? ഉമേഷാണ് വിശദാംശങ്ങൾ അല്പസമയത്തിനകം തരിക. കൊച്ചിയിൽ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് മാതാവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അമ്മയാണ് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് ഇതിനകം പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാനും പോലീസ് കേസ് പുരോഗമിക്കുന്ന വേളയിൽ ആലോചിക്കുന്നു. കുട്ടിയുടെ നില അതേസമയം ഗുരുതരമായി തുടരുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. തലയ്ക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. ചട്ടുകം പഴുപ്പിച്ച് ശരീരത്ത് വെച്ചതിനാൽ പൊള്ളലേറ്റിട്ടുണ്ട്. ഇതിൽ മൂലമുണ്ടാകുന്ന അണുബാധയെ സംബന്ധിച്ചും ഡോക്ടർമാർ പരിശോധിക്കുകയാണ്. കുട്ടിയുടെ നില അതീവ ഗുരുതരമായിട്ടാണ് തുടരുന്നത്. കുട്ടി നേരിട്ടത് അതീവ ക്രൂരമായ മർദ്ദനം തന്നെയാണ് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരവും സൂചിപ്പിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് നൽകുന്നത്. ഉമേഷ്, എന്തൊക്കെയാണ് കുട്ടിയുടെ അവസ്ഥ? ഒപ്പം കുട്ടിയെ മർദ്ദിച്ച മാതാവിനെതിരെ, അമ്മയ്ക്കെതിരെ എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? അജിംഷാദ്, ഈ കുഞ്ഞിന്റെ അമ്മയെ പ്രതി ചേർത്തതായി കമ്മീഷണർ സുരേന്ദ്രൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അമ്മയാണ് കുഞ്ഞിനെ മർദ്ദിച്ചത് എന്നുള്ള കാര്യം പോലീസിനോട് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ മുതൽ ഇരുവരെയും ചോദ്യം ചെയ്തു വരികയാണ്. അനുസരണക്കേട് കാട്ടുമ്പോഴാണ് ഇത്തരത്തിൽ മർദ്ദിച്ചിരുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. ഭീകരമായ മർദ്ദന മുറകളാണ് കുഞ്ഞിന് ഏൽക്കേണ്ടി വന്നത്. പ്രത്യേകിച്ച് തടി കൊണ്ട് തലക്കടിക്കുക, ചട്ടുകം പഴുപ്പിച്ച് വെക്കുക തുടങ്ങിയ തരത്തിലുള്ള ക്രൂരമായ രീതിയിലാണ് കുഞ്ഞിന്റെ അമ്മ തന്നെ മർദ്ദിച്ചിരുന്നത് എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി ഇപ്പോൾ അമ്മ തന്നെയാണ് പ്രതി എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മാത്രമാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. എങ്കിലും അച്ഛന് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷിച്ചു വരികയാണ്. നിലവിൽ പ്രതി ചേർത്തിട്ടില്ല. FIR-ഉം മറ്റും തയ്യാറാക്കി കഴിഞ്ഞു. ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാകും എന്നും കമ്മീഷണർ നേരത്തെ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഏതായാലും അവരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. അതേസമയം കുഞ്ഞിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. കുഞ്ഞിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. എങ്കിൽ തന്നെയും തലയിലെ രക്തസ്രാവം ഇപ്പോഴും അതേപടി തുടരുകയാണ്. അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ഗുരുതരാവസ്ഥയിൽ നിന്ന് മോചിതനാവാൻ ഇതുവരെ കുഞ്ഞിനെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ ആശുപത്രിയിൽ നിന്ന് ഒരു മെഡിക്കൽ ബുള്ളറ്റിനോ അല്ലെങ്കിൽ ഡോക്ടർമാർ നേരിട്ട് മാധ്യമങ്ങളെ കണ്ട് കുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് പറയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നിലവിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. കുഞ്ഞിന്റെ അമ്മയെ പ്രതി ചേർത്തിരിക്കുന്നു. അവരുടെ അറസ്റ്റ് ഇന്ന് ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. 3 ദിവസം പ്രായമായ കുഞ്ഞിനു വേണ്ടി വഴിയൊരുക്കി കാത്തിരുന്നു കേരളം. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്കായി പെരിന്തൽമണ്ണയിൽ നിന്നാണ് റോഡ് മാർഗം കുട്ടിയെ തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിച്ചത്. കുട്ടിയുടെ ആരോഗ്യനില മോശമായതിനാൽ ഒരാഴ്ച കഴിഞ്ഞ് സർജറിയെക്കുറിച്ച് തീരുമാനിക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. ഹൃദയത്തിന്റെ ഇടതുഭാഗത്ത് വളർച്ചക്കുറവുള്ളതിനാലാണ് മലപ്പുറം വേങ്ങൂരിലെ നജാദ് ഇർബാന ദമ്പതികളുടെ 3 ദിവസം പ്രായമായ ആൺകുഞ്ഞിനെ അടിയന്തര ചികിത്സയ്ക്കായി തിരുവനന്തപുരത്ത് എത്തിച്ചത്. പെരിന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ശ്രീചിത്ര വരെ 400 കിലോമീറ്റർ ദൂരം 5 മണിക്കൂർ കൊണ്ടാണ് ആംബുലൻസ് സുരക്ഷിതമായി കുഞ്ഞിനെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലൈഫ് എന്ന സംഘടനയാണ് കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. റോട്ടിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിലും പോലീസിന്റെ സഹകരണം, പ്രത്യേകിച്ച് AKDF കൂട്ടായ്മയുടെ സഹകരണം നല്ലപോലെയുള്ള കാരണം നമ്മൾ വണ്ടി മുന്നോട്ട് നീങ്ങി. നമ്മളിപ്പോൾ ഈ കൊച്ചിനെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചേരുന്നു. യാത്രാമധ്യയിൽ ഉണ്ടായിരുന്ന യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല.
കയറുമ്പോൾ പേഷ്യൻ്റ് ഇത്തിരി സിക്കാണെങ്കിലും നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ വെച്ച് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ആംബുലൻസ് കടന്നു വന്നിടത്തെല്ലാം കേരള പോലീസും AKDF എന്ന സംഘടനയും വഴിയൊരുക്കി കാത്തിരുന്നു. ആശുപത്രിയിലെത്തിച്ച കുട്ടിക്ക് ഹൃദ്യം പദ്ധതിയിലൂടെ ഇനി ചികിത്സ ലഭിക്കും. ശ്രീചിത്ര ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ബൈജു എസ് ധരന്റെ നേതൃത്വത്തിലാണ് ചികിത്സ. കുട്ടി ഇപ്പോൾ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലാണ്. സമാന രീതിയിൽ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് നിന്ന് 15 ദിവസം പ്രായമായ കുഞ്ഞിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേലിന്റെ ജാമ്യ ഹർജി വിധി പറയാൻ മാറ്റി. മിഷേലിന്റെ ഇടക്കാല ജാമ്യാപേക്ഷയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ എതിർത്തു. ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടും. ഉന്നതർ ഉൾപ്പെട്ട കേസാണിതെന്നും ED കോടതിയിൽ വ്യക്തമാക്കി. ദില്ലി റോസ് അവന്യൂയിലെ കോടതിയിലാണ് മിഷേൽ ജാമ്യ ഹർജി നൽകിയത്. സംസ്ഥാനത്ത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ ഇപ്പോൾ ലഭിക്കുന്ന വേനൽ മഴയോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 8 മണി വരെ ശക്തമായ ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇത്തരം ഇടിമിന്നലുകൾ അപകടകാരികളാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചുങ്കത്ത് ജുവല്ലറിയുടെ തൃശൂർ പാലസ് റോഡ് ഷോറൂം പ്രശസ്ത സിനിമാ താരം ദുൽഖർ സൽമാൻ തൃശൂരിലെ ജനങ്ങൾക്ക് സമർപ്പിച്ചു. തൃശൂർ പാലസ് റോഡിൽ തടിച്ചുകൂടിയ വൻ ജനസാഗരത്തെ സാക്ഷി നിർത്തി ചുങ്കത്ത് പാലസിന്റെ സിഗ്നേച്ചർ പ്രീമിയം ലോഗോയും ദുൽഖർ പ്രകാശനം ചെയ്തു. ഷോറൂമിന്റെ ഉദ്ഘാടനം ചുങ്കത്ത് ഗ്രൂപ്പ് ചെയർമാൻ CP പോൾ നിർവഹിച്ചു. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ചടങ്ങിൽ ഭദ്രദീപം തെളിയിച്ചു. ചുങ്കത്ത് ജുവല്ലറി മാനേജിംഗ് ഡയറക്ടർ രഞ്ജിത്ത് പോൾ ചുങ്കത്ത്, ചുങ്കത്ത് ജുവല്ലറി സദേൺ റീജിയണൽ മാനേജിംഗ് ഡയറക്ടർ രാജീവ് പോൾ ചുങ്കത്ത് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൈക്കൂലി കേസിലെ അറസ്റ്റ് ഭയന്ന് മുൻ പെറു പ്രസിഡന്റ് സ്വയം വെടിവെച്ച് മരിച്ചു. അലൻ ഗാർഷിയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ച് ആത്മഹത്യ ചെയ്തത്. ഇന്ത്യക്ക് പിന്നാലെ ഇംഗ്ലണ്ടിലും പോൺ വെബ്സൈറ്റുകൾക്ക് വിലക്ക്. എന്നാൽ 18 വയസ്സിന് താഴെ പ്രായമുള്ളവർ നീലച്ചിത്രം ഉള്ളടക്കമുള്ള വെബ്സൈറ്റുകൾക്ക് ധാരാളമായി അടിമപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. നീലച്ചിത്രങ്ങൾ കണ്ടേ മതിയാവൂ എന്നാണെങ്കിൽ തന്റെ പേരും വിലാസവും ജന്മദിനവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. കത്തി നശിച്ച നോത്രദാം കത്തീഡ്രൽ എത്രയും പെട്ടെന്ന് പുതുക്കി പണിയുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. 8 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള നോത്രദാം പള്ളിയുടെ പ്രധാന ഗോപുരവും മേൽക്കൂരയും ഉൾപ്പെടെ തിങ്കളാഴ്ചയുണ്ടായ തീപിടുത്തത്തിലാണ് കത്തി നശിച്ചത്. പള്ളിയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. അടുത്ത വാർത്ത 2 മണിക്ക്.